സുവർണ കഥകളിലേക്ക് സ്വാഗതം. കഥ ശിശിരപർവം. എഴുതിയത് സ്വപ്ന അലക്സിസ്. മറവിയുടെ കറുത്ത കമ്പളം പതിയെ മുഖത്തേക്ക് അമരുന്നതിനിടെ എപ്പോഴോ മയക്കത്തിലേക്ക് വഴുതുമ്പോൾ അവളുടെ സാന്നിധ്യമറിഞ്ഞു. ആരും പറഞ്ഞിട്ടല്ല, കണ്ണു തുറന്ന് നോക്കിയിട്ടുമില്ല. പക്ഷേ ആ വിരലുകളുടെ സ്പർശം, ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരനുഭൂതി കാൽവിരലുകളിൽ നിന്നും ഏതൊക്കെയോ ഞരമ്പുകളിലൂടെ വൈദ്യുതി പോലെ ശിരസിലേക്ക് പ്രവഹിക്കുന്നു. കണ്ണുകൾ അല്പം വിടർത്തി അവളെ ഒന്ന് നോക്കിയാലോ? വേണ്ട. പതിവു പോലെ പിന്തിരിഞ്ഞു നോക്കാതെ ഓടിക്കളഞ്ഞാലോ? കണ്ണടച്ചു തന്നെ കിടന്നു. അനക്കമൊന്നും കേൾക്കുന്നില്ലല്ലോ. അവൾ അവിടെ തന്നെ ഇല്ലേ? അതോ വെറും തോന്നലാണോ? കണ്ണുകൾ തുറക്കാൻ ശ്രമിച്ചു. കൺപീലികൾ കൂടിച്ചേർന്നൊട്ടിയിരിക്കുന്നു. പീലികൾക്ക് ബലം കൊടുക്കുന്നത് ഏത് പേശിയാണ്? ഹോ, തുണി കീറിപ്പൊളിക്കും പോലെ വെളിച്ചത്തിന്റെ നാരുകൾ നോവിക്കുന്നു. കാലിന്റെ പെരുവിരലിൽ അവളുടെ മനോഹരമായ വിരലുകൾ തൂവൽ പോൽ മൃദുവായി തൊട്ടിരിക്കുന്നു. കണ്ണുകളുടെ തുറന്ന വിടവ് വലുതാകുന്തോറും അതാ അവൾ പൂർണ്ണമായി തെളിഞ്ഞു വരുന്നു. എന്ത് മനോഹരിയാണവൾ! കൗമാരത്തിലെ അവ്യക്തമായ പുലർകാല സ്വപ്നങ്ങളിലെ അതേ നനുത്ത പുഞ്ചിരിയുമായി അവൾ ഇത്രയടുത്ത് ആദ്യമായാണ്. എന്തൊക്കെയോ പറയാനുണ്ട്, ചുണ്ടുകൾ ചലിക്കുന്നില്ല. ഉറഞ്ഞുപോയ വാക്കുകളുടെ ഭാരം സഹിക്കാൻ വയ്യ. ദീർഘനിശ്വാസമെടുത്തു. ഉള്ളിലേക്ക് 1000 സൂചികൾ വലിച്ചെടുത്ത പോലെ, നെഞ്ചിനുള്ളിൽ അവയുടെ മുനകൾ കുത്തിക്കയറും പോലെ. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ജാള്യതയോടെ ഒന്ന് തലവെട്ടിച്ചു. ഇത്രയും കാലം അവളെ തേടി നടന്നു. ഇന്നവൾ എന്നിലേക്ക് വന്നിരിക്കുകയാണ്. വരൂ എന്നൊരു ക്ഷണം കാത്തുനിൽക്കുന്നതുപോലെ. മായ എന്ന് ഞാൻ പാതി കളിയായും പാതി കാര്യവുമായി വിളിക്കുന്നവൾ. ഹണിമൂൺ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾക്കിടയിലായിരുന്നു ആദ്യത്തെ പൊട്ടിത്തെറി. നമുക്കീ യാത്ര വേണോ മനുവേട്ട എന്ന് ഗ്രീഷ്മ ചോദിച്ചപ്പോൾ ആദ്യം തമാശയായേ തോന്നിയുള്ളൂ. തണുപ്പ് കൂടിയാൽ എനിക്ക് ശ്വാസം കിട്ടില്ലെന്നറിയില്ലേ? അവളുടെ കണ്ണുകളിലെ ദൈന്യത കണ്ടപ്പോൾ അരിശമാണ് വന്നത്. വിവാഹത്തെക്കാളേറെ ആവേശത്തോടെ കാത്തിരുന്നത് ഈ യാത്രയാണെന്ന് അവൾക്കറിയാത്തതല്ലോ. അതൊന്നും സാരമില്ല, കട്ടിയുള്ള കമ്പിളിയും ജാക്കറ്റും രോമത്തൊപ്പിയുമൊക്കെ വാങ്ങാമല്ലോ എന്ന നിസ്സാരമട്ടിലെ മറുപടി കേട്ടപ്പോഴെങ്കിലും അവൾ മിണ്ടാതിരിക്കേണ്ടതായിരുന്നു. അതുണ്ടായില്ല. ഗുൽമാർഗിൽ തന്നെ പോകണമെങ്കിൽ നമുക്ക് ഏപ്രിലിലോ മറ്റോ പോയാലോ? അതല്ല, ഇപ്പോൾ തന്നെ പോകണമെങ്കിൽ മറ്റെവിടേക്കെങ്കിലും. ചോദ്യം അവസാനിക്കും മുന്നേ ചാടി എഴുന്നേറ്റു. ഇരുന്നിരുന്ന കസേര പിറകിലേക്ക് മറിഞ്ഞു വീണത് അപ്പോഴത്തെ ദേഷ്യത്തിന് ശ്രദ്ധിച്ചില്ല. നടന്നതിനെ ന്യായീകരിക്കുകയല്ല. 8 വർഷമായില്ലേ അടുപ്പമായിട്ട്. നെറ്റിയിൽ വീഴുന്ന ചെറുവരകളുടെ പോലും അർത്ഥമറിയുന്നവളാണ്. എന്നിട്ടും കല്യാണ തീയതി നിശ്ചയിക്കാനുള്ള തിടുക്കത്തിൽ തണുപ്പുകാലം തന്നെ തിരഞ്ഞെടുക്കുമ്പോൾ ഹണിമൂണും തണുപ്പിൽ തന്നെയാകുമെന്ന് ഓർത്തില്ലേ? വിവാഹ തീയതി നേരത്തെയാക്കാൻ നിന്റെ അച്ഛനായിരുന്നില്ലേ വാശി? അല്ലെങ്കിൽ തന്നെ പീക്ക് സീസണിൽ പോയില്ലെങ്കിൽ പിന്നെ പോയിട്ട് എന്തിനാണ്? നാശം. കയ്യിലിരുന്ന ഫോൺ ശക്തിയായി കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞ് തിരിഞ്ഞ് മുറിവിട്ടു പോകുമ്പോൾ കസേരയുടെ കിടപ്പ് കാണാതിരുന്നില്ല. എടുത്തു നേരെ വയ്ക്കാനൊന്നും മിനക്കെട്ടില്ല. ടിക്കറ്റും ഹോട്ടലും തിരക്കിട്ടൊരു വിധത്തിൽ ഒപ്പിച്ചെടുത്തതാണ്. അരിശം കൊണ്ട് കണ്ണു കാണുന്നില്ല. വാതിൽ തുറക്കാൻ നോക്കുമ്പോൾ മേശപ്പുറത്ത് പുറത്തേക്കു നീണ്ടിരുന്ന പാതി തുറന്ന പ്രസന്റേഷൻ കവറിൽ തടഞ്ഞു നിൽക്കുന്നു. കവർ വലിച്ചു നിലത്തേക്കിട്ടിട്ട് കതക് വലിച്ചു തുറന്ന് പുറത്തേക്ക് നടന്നു. ചെന്നി തുടിക്കുന്നത് ചെവിയിൽ കേൾക്കാം. ഗേറ്റ് തുറന്ന് പുറത്തേക്കിറങ്ങി. എങ്ങോട്ട് പോകണമെന്ന് പോലും ആലോചിച്ചിട്ടില്ല. എങ്ങോട്ടായാൽ എന്താ? ഇടത്തേക്ക് തിരിഞ്ഞങ്ങ് നടന്നു. വൈകിട്ട് ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ കിടപ്പുമുറിയിൽ നിന്ന് മുൻവശത്തേക്ക് തുറക്കുന്ന ജനാലയുടെ വിരി പതിയെ അടഞ്ഞത് കണ്ടില്ലെന്നു നടിച്ച് സിറ്റൗട്ടിലേക്ക് കയറി. പിറകോട്ട് മലർന്ന ചൂരൽ കസേരയിലേക്കിരുന്ന് കൈകൾ തലയുടെ പുറകിൽ പിണച്ചുവച്ച് പിറകിലേക്ക് ചാരി. പിറകിൽ കാൽപെരുമാറ്റം കേട്ടു തിരിഞ്ഞു നോക്കി. ഗ്രീഷ്മയാണ്. ഊണ് പുറത്തുനിന്നും കഴിച്ചിരുന്നോ? ഒച്ച ചിലമ്പിച്ചിരിക്കുന്നു. ബാക്കി നിന്നിരുന്ന ദേഷ്യം കൂടി ആവിയായിപ്പോയി. നീ ചായ എടുത്തോ, ഞാൻ വരാം. കണ്ണുകൾ കോർത്തു. നടുക്കത്തോടെ കണ്ണുകൾ പിൻവലിച്ച് അവൾ അടുക്കളയിലേക്ക് നടന്നു തുടങ്ങി.
ബാക്കിയായ എന്തൊക്കെയോ ചോദ്യങ്ങൾ കണ്ണുകളിൽ നിഴലിച്ചിരുന്നുവെന്ന് തോന്നി. ചൂടു ചായ കൊണ്ടുവരുന്നതിന് അടുത്ത വഴക്ക് വേണ്ട എന്ന് കരുതിയാകണം നന്നായി തണുപ്പിച്ചെടുത്തു കൊണ്ടുവന്നിരുന്നു. ചായ വാങ്ങുമ്പോൾ വിരലിലൊന്നുരസി. അവൾ നോക്കിയില്ല, അല്ലെങ്കിൽ ഒരു കണ്ണിറുക്കത്തിൽ തീർന്നേനെ പിണക്കം. കിടപ്പുമുറിയിൽ എത്തുമ്പോഴേക്കും അവൾ കുളിക്കാൻ കയറിക്കഴിഞ്ഞിരുന്നു. ഇറങ്ങി വരുന്നതുവരെ കിടക്കയിലിരുന്നു. കുളിമുറിയുടെ വാതിൽ തുറക്കുന്ന ഒച്ച കേട്ട് തല ഉയർത്തി നോക്കി. ഇളം നീലയിൽ ചെറിയ വെളുത്ത പൂക്കളുള്ള നൈറ്റി. കല്യാണത്തിനു ശേഷം ഇതങ്ങനെ ഇട്ടു കണ്ടിട്ടില്ല. അതിനു മുൻപ് എത്രയോ വട്ടം വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഇതിട്ടു കണ്ടിരിക്കുന്നു. വിവാഹത്തിനു ശേഷം അതിൽ നിന്നും പൂക്കൾ ഓരോന്നായി നുള്ളിയെടുക്കുമെന്ന് പറയുമ്പോഴുള്ള അവളുടെ ചിരി, നുണക്കുഴികൾ വിരിയുന്ന ആ ചിരി കാണാൻ മാത്രം എത്ര വട്ടം അത് ആവർത്തിച്ചുവെന്നറിയില്ല. മുഖം തിരിഞ്ഞു നിന്ന് മുടിയിൽ കെട്ടിയിരുന്ന ടവൽ അഴിച്ചെടുത്ത് ശക്തിയായി 1-2 വട്ടം കുടഞ്ഞ് കസേരയുടെ പിറകിൽ വിരിച്ച ശേഷം അവൾ നനഞ്ഞു ചേർന്നിരുന്ന മുടിയിഴകൾ വിരലുകൾ കൊണ്ട് വേർപെടുത്തി തുടങ്ങി. നനുത്ത ചെമ്പൻ രോമങ്ങളുള്ള മനോഹരമായ പിൻകഴുത്തിൽ ചുണ്ടുകൊണ്ടൊന്ന് തൊട്ടപ്പോഴേക്കും ആ രോമങ്ങളൊക്കെ എഴുന്നു നിന്നു. എന്നിട്ടും തിരിഞ്ഞില്ല. കൂമ്പിപ്പോയ കണ്ണുകൾ വലിച്ചു തുറന്നു പിടിക്കാൻ ബന്ധപ്പെടുന്നത് കണ്ടപ്പോൾ ചിരിച്ചുപോയി. തളിരില പോലെയുള്ള ആ ഉടൽ കോരിയെടുത്തുകൊണ്ട് കിടക്കയിലേക്ക് മറിഞ്ഞു. ഏറെ കഴിഞ്ഞ് അടർന്നു മാറുമ്പോഴേക്കും അവൾ കുഴഞ്ഞു ഉറക്കത്തിന്റെ വക്കിലായിരുന്നു. ഈ നേരത്ത് മുറിയടച്ച് എന്താ പരിപാടിയെന്ന് അമ്മ ഓർക്കുന്നുണ്ടാവും എന്ന് കുസൃതിയോടെ പിറുപിറുത്തപ്പോൾ അയ്യോ എന്നൊരു വിളിയോടെ അവൾ പിടഞ്ഞു ചാടി എണീറ്റ് അടുക്കളയിലേക്ക് നടക്കും മുന്നേ അഴിഞ്ഞുലഞ്ഞു കിടന്ന നീണ്ട മുടി ധൃതിയിൽ ഒതുക്കുന്നത് കണ്ടപ്പോൾ വീണ്ടും ചിരി പൊട്ടി. പുറത്തേക്ക് കടക്കും മുമ്പ് വാതിൽപ്പടിയിൽ ഒരു കൈവച്ചുകൊണ്ട് ഒന്ന് തിരിഞ്ഞ് ഗ്രീഷ്മ പറഞ്ഞു, ഓ എന്തൊരു ഭ്രാന്തായിരുന്നു. ഇതിപ്പോ എന്നോടാണോ അതോ ഇടയ്ക്ക് അവളുടെ പ്രസൻസ് എങ്ങാനും? ഒന്ന് കണ്ണടച്ചു ചിരിച്ചിട്ട് അവൾ മുറിവിട്ടു പോയി. ഒരു നിമിഷം പകച്ചെങ്കിലും അവൾ പോയപ്പോൾ ആ വാക്കുകൾ മുറിയിൽ തങ്ങി നിൽക്കുന്നതുപോലെ. അവളുടെ ശരീരത്തിൽ നിന്നും കിടക്കയിലേക്ക് ചിതറിയ ഇനിയും ഉണങ്ങാത്ത വെള്ളത്തുള്ളികളിലേക്ക് നോക്കി. പതിയെ മെത്തയിലേക്ക് വീണ്ടും അമർന്നു. ഇല്ല, ഇടയ്ക്ക് വഴുതിക്കളഞ്ഞ് വീണ്ടും വിരൽ നീട്ടി ഫാൻ ഓൺ ചെയ്തു. കണ്ണുകൾ ചേർത്തടച്ച് തൊട്ടു കൊതിപ്പിച്ച് കടന്നുപോയവളെ മാത്രം സങ്കല്പത്തിലേക്ക് ആവാഹിച്ചു. പുലർകാലത്തിന്റെ മഞ്ഞുതുള്ളികൾ പേറുന്ന 1000 റോസാതലങ്ങൾക്കുമേൽ ഓരോ അണുവിലും പ്രണയത്തിന്റെ മത്തുപിടിപ്പിക്കുന്ന ഭാവനകൾ പുതച്ച് അങ്ങനെ. ഓഫീസിലെ റിയാസിന്റെ വിവാഹത്തിന് നിലമ്പൂരിൽ പോയി മടങ്ങുന്ന വഴിക്ക് രാത്രിയിൽ ലീല പാലസിൽ കയറി ഡിന്നർ കഴിക്കാമെന്ന് കുട്ടികൾക്ക് വാക്ക് കൊടുത്തിരുന്നു. ഉച്ചയ്ക്ക് കഴിച്ച നെയ്ച്ചോർ ദഹിച്ചിരുന്നില്ല. എങ്കിലും ഹോട്ടലിൽ എത്തുന്നതിന് 1 മണിക്കൂർ മുമ്പ് മുതൽ അവർ ഓർമ്മിപ്പിച്ചു തുടങ്ങി. ഇന്നിനി എന്തെങ്കിലും കഴിക്കാൻ സാധിക്കില്ല എന്ന തോന്നൽ. കണവ പൊരിച്ചതും ഡക്ക് റോസ്റ്റും കൊത്തു പൊറോട്ടയും അപ്പവും മേശപ്പുറത്ത് നിരന്നപ്പോഴേക്ക് വിശപ്പ് എവിടെയോ പോയി മറഞ്ഞിരുന്നു. ഇവിടെ കയറാനുള്ള മടി അതാണ്. ഭക്ഷണം രുചികരമാണെങ്കിലും കാത്തിരിപ്പിനൽപ്പം നീളം കൂടും. പോകുന്ന വഴിയിൽ എല്ലായിടത്തും വെളിച്ചമുണ്ടാവില്ല. കടകളെല്ലാം അടഞ്ഞു തുടങ്ങിയാൽ പിന്നെ തീരെ വെളിച്ചമുണ്ടാവില്ല. അതിനുശേഷം ഡ്രൈവിങ്ങിന് മുന്നോട്ട് ദുർഘടമായ വഴിയും ഇത്ര ദൂരം കാറോടിച്ച ക്ഷീണവും. സർ, ഡിസേർട്ട് മെന്യു. വെയിറ്ററാണ്. കൈ നീട്ടിയപ്പോഴേക്കും കുട്ടികൾ മെന്യു കൈക്കലാക്കിയിരുന്നു. മടിയിൽ വിരിച്ചിരുന്ന നാപ്കിൻ എടുത്ത് കൈ തുടക്കുന്നതിനിടെ ഗ്രീഷ്മയോട് തിരക്കി, കസ്റ്റഡ് വേണോ അതോ ഐസ്ക്രീമോ? ചൂടുള്ളത് എന്തെങ്കിലും ഉണ്ടാവില്ലേ മനുവേട്ട? സിസ്ലിംഗ് ബ്രൗണിയോ ആപ്പിൾ പൈയോ എന്തെങ്കിലും? അവളുടെ ചോദ്യത്തിന്റെ രീതിയാണോ അതോ നീളൻ യാത്രയുടെ മുഷിച്ചിലാണോ അലോസരമുണ്ടാക്കിയതെന്നറിയില്ല. ഒരൊറ്റ തട്ടിനെ തെറിപ്പിച്ച പാത്രങ്ങളും ഗ്ലാസുകളും വലിയൊരു ഒച്ചയോടെ നിലത്തു വീണുടഞ്ഞു. മീനുവും മഹിക്കുട്ടനും ഭയന്ന് കഴിക്കുന്നത് നിർത്തി. ഡിസേർട്ട് എന്ന് പറഞ്ഞാൽ തണുത്ത എന്തെങ്കിലുമേ വാങ്ങാവൂ എന്ന് പറഞ്ഞിട്ടില്ലേ? ഇത്രയും ചൂട് ഉള്ളിലേക്ക് വലിച്ചു കയറ്റിയിട്ട് ഇനിയും ചൂടുള്ളതു തന്നെ വേണം. വെയിറ്റർ കുനിഞ്ഞ് പാത്രങ്ങളുടെ കഷണങ്ങൾ പെറുക്കുന്നത് കണ്ടു. അപ്പുറത്തും ഇപ്പുറത്തുമുള്ള ടേബിളുകളിലെ ആളുകൾ തിരിഞ്ഞു നോക്കുന്നു. ഹോട്ടലിലാണ് ഇരിക്കുന്നതെന്ന് ഓർമ്മ വന്നു. വാഷ് ബേസിനടുത്ത് പുറംതിരിഞ്ഞു നിന്ന് കൈകഴുകുന്ന ഗ്രീഷ്മയുടെ മുഖം ചുവന്നിരിക്കുന്നത് കണ്ടു. കണ്ണുകൾ കലങ്ങിയിട്ടുണ്ട്. ഒന്നും പറയാൻ തോന്നിയില്ല. എല്ലാവരും കയറിയപ്പോൾ കാറെടുത്തു.
പാതി മുറിഞ്ഞു നിന്നിരുന്ന പ്രണയഗാനം വീണ്ടും കേട്ടു തുടങ്ങി. ആദ്യത്തെ പാതിയുടെ മനോഹാരിത ബാക്കി വരികൾ കൊണ്ടെന്ന് തോന്നിയില്ല. കൈയെത്തിച്ച് പാട്ട് ഓഫ് ചെയ്യുമ്പോൾ കൺകോണുകളിലൂടെ അവൾ നോക്കുന്നത് കാണാതിരുന്നില്ല. വീട്ടിലെത്തും വരെ അസുഖകരമായൊരു മൗനം വായുവിൽ തങ്ങി നിന്നു. ഉറങ്ങിപ്പോയ കുട്ടികളെ എടുത്ത് അവരുടെ മുറിയിൽ കിടത്തി തിരിച്ച് റൂമിലെത്തിയപ്പോഴേക്കും വസ്ത്രം മാറി ഗ്രീഷ്മ കിടന്നിരുന്നു. ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങിയപ്പോഴേക്കും അവൾ ഉറങ്ങിയെന്ന് തോന്നി. കുനിഞ്ഞ കവിളിൽ വിരലുകൾ കൊണ്ടൊന്ന് തടവിയിട്ട് അടുത്തു കിടന്നു. ഉറക്കം വന്നില്ല. സൈഡ് ടേബിളിലിരുന്ന മൊബൈൽ എടുത്ത് ശബ്ദം കുറച്ച് വീണ്ടും ആ പാട്ട് വെച്ചു. എവിടെ വെച്ചാണ് മുറിഞ്ഞത്? ലയിച്ചു കിടന്നു. അടുത്ത പാട്ടും പ്രണയഗാനമായിരുന്നു. ഇടയ്ക്കെപ്പോഴോ ഉറങ്ങിപ്പോയി. നീ എനിക്കൊരു ലഹരിയാണ്. നിന്നിലേക്കുള്ള യാത്രയാണ് ജീവിതത്തിൻ്റെ അവസാനം വരേക്കും എന്നെ മോഹിപ്പിക്കുന്നത്. ഞാൻ പിന്നാലെയുണ്ടെന്നറിഞ്ഞിട്ടും നീ വഴുതി മാറുമ്പോൾ ആവേശം കൂടുന്നതേയുള്ളൂ. എന്നാണിനി ഞാൻ നിന്നെ പൂർണ്ണമായും സ്വന്തമാക്കുക? ഡയറിയുടെ താളുകളിൽ വിരലോടിച്ചുകൊണ്ട് ഒരിക്കൽ ഗ്രീഷ്മ പറഞ്ഞതോർത്തു. ദേ കണ്ടില്ലേ, ഞാനാണ് ആദ്യത്തെയും അവസാനത്തെയും കാമുകിയെന്ന് മനുവേട്ടൻ വെറുതെ പറയുകയാണ്. ഇവളാണ് ആദ്യത്തേത്, ഞാൻ രണ്ടാമത്തേതു മാത്രം, അന്നും ഇന്നും. വീണ്ടും ഒരു താൾ മറിച്ച് അവൾ വായിച്ചു. ഓരോ രാത്രിയിലും നിന്നിലേക്ക് മടങ്ങാനുള്ള ആവേശം. പലപ്പോഴും ഓർക്കുക ആ രാത്രിയാണ്, ബേക്കൽ കോട്ടയിലേക്കുള്ള ട്രിപ്പിൻ്റെ രാത്രി. കൂട്ടുകാരുടെ കണ്ണു വെട്ടിച്ച് കോട്ടമതിലിൻ്റെ ഒരു വശത്തേക്ക് കയറിക്കിടന്നത്. ശക്തിയായി വീശിയ കടൽക്കാറ്റിൽ നിന്റെ മണവും രുചിയും. നീ അടുത്തുണ്ടെന്ന് മനസ്സിലായി. ഒളിച്ചിരിക്കുകയാണെന്നും. അവിടെ കിടന്നുറങ്ങിപ്പോയപ്പോൾ ഇടയിൽ എപ്പോഴോ നീ വന്നു പോയിരുന്നു. നീ മുഖത്തിനു നേരെ കുനിഞ്ഞത്, നിന്റെ നിശ്വാസത്തിൻ്റെ നനവ് ഞാൻ അതറിഞ്ഞിരുന്നു. ചുറ്റിനും നിന്നെ തേടുമ്പോഴും നിന്നിലേക്കുള്ള ദൂരം കുറയുന്നില്ലെന്ന് തോന്നുമ്പോഴും നിശബ്ദയായി നിഴൽ പോലെ നീ പിന്നിൽ. കണ്ണു തുറക്കുമ്പോൾ നീ അവിടെ എങ്ങുമില്ല. എന്തിനാണ് പെണ്ണെ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? ഈശ്വര, ഇങ്ങനെയുണ്ടോ അസ്ഥിക്കു പിടിച്ച ഒരു പ്രണയം? മറുപടി പറഞ്ഞില്ല. പുഞ്ചിരിച്ചുകൊണ്ട് നെഞ്ചിലേക്ക് വലിച്ചടുപ്പിച്ച് പരിഭവം ഭാവിച്ചു വീർപ്പിച്ചിരുന്ന അവളുടെ കവിളുകളിൽ ചുണ്ടമർത്തി. ഓ, ഈ മനുവേട്ടൻ! ചില നേരം ഒരു നോട്ടമില്ല. കുട്ടികൾ ഇപ്പോൾ വരും, ഞാൻ ചായ എടുക്കട്ടെ എന്നു പറഞ്ഞ് അടുക്കളയിലേക്ക് അവൾ നടക്കുന്നത് നോക്കി കിടന്നപ്പോൾ ആലോചിച്ചു. ആദ്യത്തെ കാമുകി, ശരിയാണ്, അതെ ശരിയാണ്. കുട്ടികളുടെ കലപില ഗേറ്റിൽ കേട്ടപ്പോഴേക്കും വീണുകിട്ടിയ ഒരു അവധി ദിവസത്തിൻ്റെ ക്ഷീണം കൺപോളകളെ തഴുകി തുടങ്ങിയിരുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ശ്വാസമെടുക്കാൻ ശ്രമിച്ചു. അവളിപ്പോൾ എൻ്റെ കണ്ണിലേക്ക് നോക്കി നിൽക്കുകയാണ്. പിറകോട്ട് മറിഞ്ഞുപോയ ഓർമ്മയുടെ താളുകളിൽ എന്നോ കോറിയിട്ട അവളുടെ ചിത്രം പോലെ തന്നെ. അല്ല, അതിലും മനോഹരി. അവൾക്കായി എഴുതിയ വരികളുടെ തുടർച്ച ഓർമ്മ വന്നു. നിനക്കെന്നിലേക്കൊഴുകാതിരിക്കാനാവില്ല. കാരണം നീയും എന്നെ പ്രണയിക്കുന്നു. എൻ്റെ കാലൊച്ച കേട്ട് പിന്തിരിഞ്ഞു നോക്കാതെ ഓടി അകലുമ്പോഴും ഇടയ്ക്ക് നീ അല്പം നിൽക്കുന്നത് കിതപ്പാറ്റാനായിരുന്നില്ല. നമുക്കിടയിലുള്ള ദൂരം കുറയ്ക്കാനായിരുന്നു. എനിക്കറിയാം, നീയും എന്നെ പ്രണയിക്കുന്നു. വരൂ. ഞാൻ സ്വയം അറിയാതെ ചുണ്ടനക്കി. വരൂ, ഇനിയെങ്കിലും. അവൾ തൻ്റെ നിലാവു പോലെയുള്ള കൈകൾ എൻ്റെ കാൽപാദങ്ങളിലൂന്നി മുകളിലേക്ക് കയറിയിരുന്നു. ആദിമമായ വികാരങ്ങളിൽ ശ്രേഷ്ഠമായതൊന്ന്, പ്രപഞ്ചത്തിൻ്റെ ചാലകശേഷിയായതൊന്ന് ശരീരത്തിനും പുറത്ത് ചുറ്റുമുള്ള വായുവിൽ വൈദ്യുതി സ്ഫുലിംഗങ്ങൾ തീർത്ത് പ്രവഹിക്കുന്നു. കാലുകൾ മരവിക്കും പോലെ അവൾ പതിയെ, വളരെ പതിയെ മുന്നോട്ടു നീങ്ങി. ശ്വാസമെടുക്കാനാവുന്നില്ല. തണുപ്പ്. കാലുകളിൽ നിന്നും ശിരസിലേക്ക് അരിച്ചു കയറുന്ന തണുപ്പ്. ഇവളെ, ഈ തണുപ്പിനെ ഇത്രയേറെ സ്നേഹിച്ചിട്ട് എന്തിനാണ് ഞാനിങ്ങനെ പിടയുന്നത്? ഫാൻ ഒത്തിരി കാറ്റ് കുറയ്ക്കാമോ മനുവേട്ട? വല്ലാതെ തണുക്കുന്നു. ആസ്തമയുടെ ചൂളം വിളികൾ കലർന്നിരുന്ന പതിഞ്ഞ ഒച്ചയിൽ ഗ്രീഷ്മ ചെവിയിൽ മന്ത്രിച്ചപ്പോൾ ഉറക്കത്തിന് തടസ്സം നേരിട്ട ദേഷ്യമായിരുന്നു. തണുക്കുന്നുണ്ടെങ്കിൽ പുതച്ച് കിടന്നുകൂടെ? ഫാനൊന്നും കുറയ്ക്കാൻ പറ്റില്ല. ഇനി ഈ വിസിലടി കേട്ടുകിടന്ന് ഉറക്കവും വരില്ല. ഹോ! തിരിഞ്ഞു കിടന്നിട്ട് നിമിഷങ്ങൾക്കകം ഉറങ്ങിപ്പോയി. പിടയുന്ന നെഞ്ചിൽ എല്ലുകൾ തകർക്കാൻ പോന്ന എന്തോ ഭാരം. നിലവിളിക്കണമെന്നുണ്ട്. ചുറ്റിനും ആരുമുണ്ടെന്ന് തോന്നുന്നില്ല.
കനത്ത നിശബ്ദതയുടെ ആവരണം കൊണ്ട് പൊതിഞ്ഞുകെട്ടിയ പോലെ. ഇപ്പോൾ അവൾ നെഞ്ചിനു മുകളിലേക്ക് കയറിയിരിക്കുന്നു. പിരിച്ചു മാറ്റാൻ പറ്റാത്ത അത്രയടുത്ത് അവൾ. എന്നിട്ടും എന്താണ് ഗ്രീഷ്മയെക്കുറിച്ച് ഓർക്കാൻ? അന്നവൾ ശ്വാസത്തിനു വേണ്ടി പിടഞ്ഞത് ഇതുപോലെ ആയിരുന്നിരിക്കുമോ? തിരിച്ചറിവിൻ്റെ നിറമില്ലാത്ത നൂലുകൾ ഇരുൾ മൂടുന്ന ഗർത്തങ്ങളിൽ നിന്നും പ്രത്യക്ഷപ്പെടുന്നു. കണ്ണുകൾ നീട്ടിക്കൊണ്ട് മുടിവണ്ണം മാത്രമുള്ള, എന്നാൽ പ്രചണ്ഡ ശക്തിയുള്ള പുഴ പോലെ അവ പ്രവഹിക്കുന്നു. വായ പിളർന്ന് ശ്വാസം വലിച്ചെടുത്തു. അസഹനീയമായ ഒരു ഗന്ധം ശക്തിയായി പ്രജ്ഞയിൽ വന്നു തറയ്ക്കുന്നു. അവൾ നാവു നനച്ചുകൊണ്ട് പിന്നെയും മുകളിലേക്ക്. അവളുടെ കണ്ണുകളിൽ കത്തുന്ന പ്രണയം. ദുർബലമായൊരു കൂടിനുള്ളിൽ ചിറകടിക്കുന്ന വെള്ളരിപ്രാവിനെ പോലെ പ്രാണൻ. അയാൾ കൈകൾ ഉയർത്തി. മുകളിലെവിടെയോ കൈ തടയുന്നു. വയ്യ. അയാൾ സർവശക്തിയുമെടുത്ത് ആ പ്രതലത്തിൽ കോറി വരഞ്ഞു. തുറക്കൂ. അവൾ വീണ്ടും മുകളിലേക്ക്. തുറക്കൂ. പ്രാണവായു. ഓഫീസിൽ നിന്നും എല്ലാവരോടുമൊപ്പം ഗുൽമാർഗ് ട്രിപ്പിനായി തയ്യാറെടുക്കുകയാണെന്ന് മനു പറഞ്ഞപ്പോൾ ഒരു നിമിഷം ഗ്രീഷ്മയിലേക്ക് പഴയ ഓർമ്മകൾ ഒഴുകിയെത്തി. മറത്തു പറയില്ലെന്നുറപ്പിച്ച് ഇൻഹേലറുകളും മറ്റും നേരത്തെ വാങ്ങിവച്ചു. ഇത്തവണ പക്ഷേ ക്ഷണമുണ്ടായില്ല. വരുന്നോ എന്നുപോലും ചോദിച്ചില്ലല്ലോ. അവൾ ഓർത്തു. പഴയ വഴക്ക് ആവർത്തിക്കേണ്ടെന്നു കരുതിയാവും. ആകസ്മികമായി ലഭിച്ച അവസരത്തിൽ ആൾ വല്ലാത്ത സന്തോഷത്തിലായിരുന്നു. പോകുമ്പോൾ പതിവില്ലാതെ നിറുകയിൽ ഒരുമ്മയും കൂടി തന്നിട്ടാണ് ഇറങ്ങിയത്. ഗേറ്റു കടന്ന് കാർ മറിയുമ്പോൾ അകാരണമായ ഒരു ഭയം പൊടുന്നനെ അവളെ വലയം ചെയ്തു. വിളി കാത്ത് ആ കാൽക്കൽ നിൽക്കുമ്പോഴാണ് ഏറെ ബന്ധപ്പെട്ട് അയാൾ കണ്ണു തുറന്നത്. ക്ഷണത്തിനായി കാത്തു നിൽക്കണം. അവളുടെ മനസ്സ് മന്ത്രിച്ചു. ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി എവിടെയും കടന്നു ചെല്ലാൻ അവൾക്കനുവാദമുണ്ട്. പക്ഷേ പ്രണയത്തിൽ മാത്രം അത് പാടില്ല. അവൾ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. വരൂ. അയാൾ വിരലുകൾ അവൾക്കു നേരെ വിടർത്തി. വരൂ. അയാൾ വിരലുകൾ അവൾക്കു നേരെ വിടർത്തി. അതോ മരവിച്ച നാഡികളുടെ അവസാനത്തെ മിടിപ്പോ? അവൾ അയാളിലേക്ക് പടർന്നു കയറി. വിരലുകൾ ഉയർത്തി. അയാൾ എന്താണ് ചുറ്റിനും പരതുന്നത്? തന്നെ തന്നെ തേടുകയാവും. അവസാനിക്കാത്ത തിരച്ചിൽ. ചുറ്റിനുമുള്ള ലോഹച്ചുവരുകളിൽ നഖങ്ങൾ ഉരസുന്ന ശബ്ദം. ആർത്തിയോടെ അവൾ അയാളിലേക്ക് പടർന്നു കയറി. ഉച്ചതിരിഞ്ഞാണ് ടൂർ ഓപ്പറേറ്ററുടെ 4ാമത്തെ വിളി വന്നത്. അപ്രതീക്ഷിതമായിരുന്നു ഹിമപാതം. ഏകദേശം 18 മണിക്കൂർ തിരഞ്ഞിട്ടാണ് ബോഡി കണ്ടെടുക്കാനായത്. ഗ്രീഷ്മ ശബ്ദിച്ചില്ല. മറുപടി കേൾക്കാഞ്ഞിട്ടാകും അപ്പുറത്തുനിന്ന് ശങ്കയോടെ വീണ്ടും തുടർന്നു. ഏറെ നേരം മഞ്ഞിനുള്ളിൽ പെട്ടുപോയിരുന്നല്ലോ. ആശുപത്രിയിൽ എത്തിച്ചിട്ടും കാര്യമുണ്ടായില്ല. അതിൻ്റെ 10-1 തണുപ്പ് പോലും മനുഷ്യർ സാധാരണഗതിയിൽ താങ്ങില്ല. റെസ്ക്യൂ ടീമിൽ എമർജൻസി പാരാമെഡിക്കുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ഫോർമാലിറ്റികൾ പെട്ടെന്നു കഴിച്ച് ബോഡി വിട്ടുകിട്ടി. മറ്റന്നാൾ അവിടെ ഏറ്റുവാങ്ങാനായി മനുവിൻ്റെ സഹോദരനെ വിളിച്ച് ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒന്ന് നിർത്തിയിട്ട് അയാൾ വീണ്ടും തുടർന്നു. മനസ്സിന് ധൈര്യം ലഭിക്കട്ടെ. ഞാൻ പിന്നീട് വിളിക്കാം. ഫോൺ കട്ടായി. മുഖമമർത്തി കിടന്നിരുന്ന തലയിണയിൽ നിന്നും തലപൊക്കി ഗ്രീഷ്മ കട്ടിലിൻ്റെ വലതുവശത്തേക്ക് നോക്കി. ഇപ്പോൾ എഴുന്നേറ്റിട്ടേ ഉള്ളൂ എന്നൊരു തോന്നൽ നൽകുന്ന സുരക്ഷിതത്വത്തിൽ അയാൾ എത്തും വരെ അങ്ങനെയാണ് പതിവ്. മൃതദേഹം ഏറ്റുവാങ്ങാൻ വന്നവരിൽ 2 പേർ മുന്നിൽ നിർത്തിയിട്ടിരുന്ന ആംബുലൻസിലേക്കു കയറി. മോർച്ചറി ഫ്രിഡ്ജിൽ നിന്നും പുറത്തേക്കെടുത്ത മൃതദേഹം പതിയെ ആംബുലൻസിനുള്ളിലേക്ക് കടത്തുമ്പോൾ അധികം ഉപയോഗത്തിലില്ലാത്ത സ്ട്രെച്ചറിൻ്റെ തുരുമ്പിച്ച ചക്രങ്ങൾ ഉരഞ്ഞ ശബ്ദം കേട്ട് അത്രയും നേരം നിഷ്ക്രിയനായിരുന്ന സെക്യൂരിറ്റി ഗാർഡ് പതിയെ അടുത്തേക്ക് വന്നു. ആംബുലൻസ് യാത്രയായതിനു പിറകെ ബോഡി സൂക്ഷിച്ചിരുന്ന സ്റ്റീൽ കമ്പാർട്ട്മെന്റിന്റെ വാതിൽ താഴ്ത്തി അയാൾ ഗേറ്റ് അടക്കാനായി പുറത്തോട്ട് നടന്നു. വീണ്ടും തണുപ്പുമൂടിയ അകത്തളങ്ങളിൽ അല്പം മുമ്പ് മാത്രം തുറക്കപ്പെട്ട ലോഹക്കൂട്ടിന്റെ മേൽച്ചുവരുകളിൽ മണിക്കൂറുകൾക്ക് മുമ്പ് പതിഞ്ഞ അല്പപ്രാണന്റെ മായാത്ത നഖചിത്രങ്ങളിൽ ഈർപ്പം മൂടിത്തുടങ്ങി. ഗ്രീഷ്മ കൈ ഫാനിന്റെ റെഗുലേറ്ററിലേക്ക് നീട്ടി. അതിൽ സ്പർശിച്ചപ്പോൾ തന്നെ പൊള്ളലേറ്റതുപോലെ വിരലുകൾ പിൻവലിച്ച് ചെറിയ വിറയലോടെ അവൾ കട്ടിലിൻ്റെ മറുപാതിയിലേക്ക് മുഖമമർത്തി കാലുകൾ വയറിനടുത്തേക്ക് നീട്ടി ചുരുണ്ടുകൂടി. പുറത്ത് ജനൽപ്പാളിയിൽ സ്ഥലകാലങ്ങൾ തെറ്റി മുകളിൽ എവിടെയോ നിന്ന് ഊറിവന്ന മഞ്ഞിൻ്റെ നേർത്ത രേഖകൾ അടങ്ങാത്ത പ്രണയത്തിൻ്റെ ചിത്രങ്ങൾ എഴുതി തുടങ്ങിയിരുന്നു.
മറ്റൊരു കഥയുമായി വീണ്ടും കാണാം പ്രതീക്ഷയോടെ. നന്ദി.